വെനിസ്വേലയിലും ഗ്രീൻലൻഡിലും അമേരിക്കൻ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങൾ യഥാർത്ഥത്തിൽ ആ രാജ്യത്തെ ആഗോള സമൂഹത്തിനു മുമ്പിൽ ഒരു കുറ്റവാളിയാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ പൂർണ്ണമായ ലംഘനമാണ് വെനിസ്വേലയിൽ നടന്നത്. കാരണം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അന്താരാഷ്ട്ര നിയമപ്രകാരം UN ചാർട്ടറിൻ്റെ 2-ാം വകുപ്പ് പ്രകാരം ഇത്തരം കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും ഒരു ഇമ്മ്യൂണിറ്റി ഉള്ള ആളാണ്. അദ്ദേഹത്തിനെതിരായിട്ട് നിയമ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ. UN ജനറൽ അസംബ്ലിക്കോ സെക്യൂരിറ്റി കൗൺസിൽ നടപടിയെടുക്കാം, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് നടപടിയെടുക്കാം. അതല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ കുറ്റവാളിയായി പ്രഖ്യാപിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടു പോകുന്നത് യുദ്ധക്കുറ്റമായിട്ട് പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായിട്ടുള്ള ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവിനെ പോലെ ആഗോള സമൂഹത്തിന് മുമ്പിൽ ഒരു യുദ്ധക്കുറ്റവാളിയായി പ്രത്യക്ഷപ്പെടാൻ ഇനി അധിക സമയം വേണ്ടി വരില്ല. നിയമപരമായിട്ട് യുദ്ധക്കുറ്റം എന്ന ഒരു ചാർജ് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാവിധ നിയമലംഘനങ്ങളും നടത്തിയ യുദ്ധമര്യാദകൾ, അന്താരാഷ്ട്ര നിയമങ്ങളുടെ മര്യാദകൾ എല്ലാം ലംഘിച്ച ഒരു കുറ്റവാളിയായിട്ട് ഡൊണാൾഡ് ട്രംപ് അറിയപ്പെടും. പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. എന്താണ് വെനിസ്വേലയ്ക്കെതിരായിട്ട് അമേരിക്കയുടെ ആരോപണം? വെനിസ്വേലൻ പ്രസിഡൻറ്റ് നിക്കോളാസ് മാഡ്യൂറോയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്നിട്ട് ഒരു അന്താരാഷ്ട്ര മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു എന്നാണ് ട്രംപ് ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെയൊരു കേസ് അമേരിക്കൻ കോടതിയിൽ എടുത്തിട്ടുണ്ട്. ആ കോടതിയുടെ വിചാരണ നടപടികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്നു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പക്ഷേ ഇത്തരം സംഭവങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ആരോപണങ്ങൾ പരിശോധിക്കാനായിട്ട് അന്താരാഷ്ട്ര സംവിധാനങ്ങളുണ്ട്, അന്താരാഷ്ട്ര വിചാരണാ സംവിധാനങ്ങളുണ്ട്, പോലീസ് അന്വേഷണത്തിനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുണ്ട്, മാർഗങ്ങളുണ്ട്. അതിനെയെല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ്, അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊരു വിഷയം, ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങൾ എത്രത്തോളം വസ്തുതകൾക്ക് അടിത്തറയുള്ളതാണ്, എത്രത്തോളം വസ്തുതകൾ അതിനകത്തുണ്ട്. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടന്നു വരുന്നത് വെനിസ്വേല എന്ന് പറയുന്ന രാജ്യത്തുനിന്ന് മാത്രമല്ല. വെനിസ്വേലയിൽ നിന്ന് ഏതാണ്ട് ഒരു 15-17% മയക്കുമരുന്ന് അമേരിക്കയിലെത്തുന്നതായിട്ട് ചില ഏജൻസികൾ പറയുന്നുണ്ട്. പക്ഷേ ലാറ്റിൻ അമേരിക്കയിലെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് വരുന്നുണ്ട്. അത് തടയാനുള്ള ഉത്തരവാദിത്വം അമേരിക്കയുടേതാണ്. അമേരിക്കൻ രാജ്യത്തേക്ക് വരുന്ന മയക്കുമരുന്ന് അതിർത്തിയിൽ വെച്ച് പിടിക്കാനുള്ള ഉത്തരവാദിത്വം അമേരിക്ക നിർവഹിക്കാതെ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്ന രാജ്യങ്ങളുടെ നേരെ അതിക്രമം നടത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിൽ തന്നെ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പല രാജ്യങ്ങളും അദ്ദേഹം ഒഴിവാക്കുകയാണ്. ഹോണ്ടുറാസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് മാപ്പ് നൽകി വിട്ടയച്ചത്. അദ്ദേഹം മുൻ പ്രസിഡൻ്റായിരുന്നു. ആ പ്രസിഡൻറ്റിന് ഹെർണാണ്ടസ്, ആ പ്രസിഡൻറ്റിനെ അദ്ദേഹം മാപ്പ് നൽകി. എന്തുകൊണ്ട്? ട്രംപിൻ്റെ ഒരു വേണ്ടപ്പെട്ട ആളാണ് അദ്ദേഹം. ആ നിലയ്ക്ക് ഈ ആരോപണത്തിൽ പോലും വളരെ കൃത്യമായിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡാണ് ട്രംപ് പ്രയോഗിക്കുന്നത്. തനിക്ക് വേണ്ടപ്പെട്ട മയക്കുമരുന്നുകാരെ രക്ഷിക്കും, തനിക്ക് ഉപദ്രവിയായിട്ടുള്ള, തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കേസെടുക്കും, നടപടിയെടുക്കും എന്ന മട്ടിലുള്ള ഒരു സമീപനമാണ് എടുക്കുന്നത്. ഇത് അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു കുറ്റകൃത്യമാണ്. അന്താരാഷ്ട്ര നിയമപ്രകാരം കൃത്യമായിട്ട് വിചാരണ ചെയ്യപ്പെടേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു വിഷയമുള്ളത്, മറ്റൊരു രാജ്യത്തിന് നേരെ അതിക്രമങ്ങൾ നടത്തുമ്പോൾ ആക്രമണം നടത്തുന്നത് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി അതിനാവശ്യമാണ്. ഈ കേസിൽ, ഈ സംഭവത്തിൽ അമേരിക്കൻ കോൺഗ്രസിനെ വിശ്വാസത്തിലെടുത്തില്ലെന്ന് മാത്രമല്ല, അമേരിക്കൻ വിദേശകാര്യ സമിതി ഉള്ള സെനറ്റർമാരെ പോലും ഈ വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അതായത് അമേരിക്കൻ നിയമങ്ങൾ പോലും ലംഘിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നിയമങ്ങൾ, ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ പൂർണ്ണമായിട്ടും ലംഘിച്ചുകൊണ്ടാണ് ഇത് നടന്നിരിക്കുന്നത്. ഇതേ തരത്തിലുള്ള ഒരു പുതിയ അതിക്രമമാണ് ട്രംപ് ഇപ്പോൾ ഗ്രീൻലാൻഡിനെതിരെ പ്രയോഗിക്കുമെന്ന് പറയുന്നത്. ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ അവിടെ പിടിച്ചെടുക്കും എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. ഇത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്.
ഒരു രാജ്യത്തിൻ്റെ സ്വതന്ത്ര പരമാധികാരമുള്ള ഒരു പ്രദേശത്തിൻ്റെ മേൽ കയ്യേറ്റം നടത്താനുള്ള അവകാശം ഒരു രാജ്യത്തിനുമില്ല. അപ്പോൾ ആ ഒരു ആരോപണം, ആ തരത്തിലുള്ള ഒരു നീക്കം ഇന്നിപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള കാലത്തെ കൊളോണിയൽ ആധിപത്യ കാലത്തെ സംവിധാനത്തിലേക്ക് ലോകം പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, ഗ്രീൻലൻഡിന് നേരെയുള്ള ആക്രമണം നടക്കുകയാണെങ്കിൽ അത് നാറ്റോയുടെ നേരെയുള്ള ഒരു കയ്യേറ്റമായിട്ട് കണക്കിലെടുക്കപ്പെടേണ്ടതാണ്. കാരണം നാറ്റോയുടെ കീഴിലുള്ള ഒരു രാജ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന രാജ്യം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അമേരിക്ക നടത്തുന്ന കയ്യേറ്റങ്ങൾ, അമേരിക്കയിൽ നടത്തുന്ന അതിക്രമങ്ങൾ കഴിഞ്ഞ 75 വർഷമായിട്ട് ലോകത്തെ നിലനിർത്തിയ സാമ്രാജ്യത്വ സംവിധാനത്തെ തന്നെ തകർക്കുന്നതാണ്. ആ നിലയ്ക്ക് പുതിയ തരത്തിലുള്ള ഒരുപാട് ആഗോള സംഭവവികാസങ്ങൾക്ക് തിരികൊളുത്തുന്ന നീക്കങ്ങളാണ് ട്രംപും സംഘവും നടത്തുന്നത്. അത് എങ്ങനെയാണ് അവസാനിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്.